വ്യാഴത്തിന്റെ ഏറ്റവും വലിയ 4 ഉപഗ്രഹങ്ങളിലൊന്നാണ് അയോ. ഭയാനകമായ വാസയോഗ്യമല്ലാത്തൊരു ലോകം. ഒരു ശരാശരി നഗരത്തേക്കാൾ വലിയ ഉരുകിയ ലാവയുടെ വലിയ തടാകങ്ങളുണ്ട്. നൂറുകണക്കിന് അഗ്നിപർവ്വതങ്ങളുണ്ട്. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണം മൂലം നൂറുകണക്കിന് അഗ്നിപർവ്വത സ്ഫോടനത്താൽ അതിന്റെ ഉപരിതലം നിരന്തരം കീറിമുറിക്കപ്പെടുന്നു. അയോയിൽ ഒരു 5 സെക്കൻഡ് ചെലവഴിക്കാം. ഇത് മരണത്തിന് തുല്യമാണ്. അതായത് ഈ അഗ്നി നരകതുല്യമായ ഉപഗ്രഹം പര്യവേഷണം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മരണം ഉറപ്പാണ്. നമുക്ക് നോക്കാം അയോയിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. അതിനു മുൻപ് ആദ്യം അവിടെ എങ്ങനെ എത്തുമെന്ന് നോക്കേണ്ടതുണ്ട്. വ്യാഴത്തിന്റെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിന് നന്ദി. അതിനും ഭൂമിക്കും ഇടയിലുള്ള ദൂരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. വ്യാഴം നമ്മളോട് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ പോലും 588 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും. നാസയുടെ ന്യൂ ഹൊറൈസൺ ബഹിരാകാശ പേടകത്തിന് അവിടം വരെ എത്താൻ 1 വർഷവും 1 മാസവും വേണ്ടി വരും. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. മനുഷ്യർ അവിടെ എത്താൻ അതിലും കൂടുതൽ സമയമെടുക്കുമെന്നത് തീർച്ചയാണ്. കൂടാതെ ന്യൂ ഹൊറൈസൺസ് ഒരു ഇന്റർ പ്ലാനറ്ററി ബഹിരാകാശ പേടകമാണ്. അത് മനുഷ്യരെ കയറ്റില്ല. അതുമല്ല, മനുഷ്യൻ യാത്ര തുടർന്നാൽ തന്നെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളും ഭക്ഷണ വിതരണങ്ങളും ആവശ്യമാണ്. അത് ഈ സ്പേസ് ഷിപ്പിനെ ഭാരപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവിടം വരെ എത്താൻ കൂടുതൽ ടൈം ആവശ്യമായി വരും. ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചാൽ തന്നെയും ഒരു 3 വർഷമെങ്കിലും എടുക്കാം അവിടെ എത്താൻ. ഈ ഷിപ്പ് ഒരിക്കലും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുകയുമില്ല. മാത്രമല്ല, അവിടെ എത്തിയാലും നിങ്ങൾക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. അയോയ്ക്ക് നിങ്ങളെ തകർക്കാൻ കഴിയും. മാത്രമല്ല, ഇവിടെ ഇറങ്ങാൻ ഒരു ഫയർ പ്രോക്സിമിറ്റി സ്യൂട്ട് ആവശ്യമാണ്. നമുക്കറിയാം, വ്യാഴത്തിന് നിരവധി ഉപഗ്രഹങ്ങളുണ്ട്. അവ എത്രയെന്ന് ഇപ്പോഴും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. അതിന് ഇനിയും സമയം ആവശ്യമാണെന്ന് തോന്നുന്നു. ഒടുവിൽ നിങ്ങൾ അയോയുടെ ഭ്രമണപഥത്തിൽ എത്തിയാൽ തന്നെയും ലാൻഡിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വ്യാഴത്തിൻ്റെ കാന്തിക ക്ഷേത്രം വളരെ ശക്തമാണ്. അത് നമ്മുടെ ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തേക്കാൾ വളരെ വളരെ ശക്തമാണ്. അയോ വ്യാഴത്തിൽ നിന്ന് 4,22,000 കിലോമീറ്റർ അകലെയാണ്. അതായത് വ്യാഴത്തിൻ്റെ ഭീമാകാരമായ കാന്തമണ്ഡലം നിരന്തരം അയോയെ പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നർത്ഥം. എന്തു തന്നെ ആയാലും ഓരോ സെക്കൻഡിലും വ്യാഴം അയോയിൽ നിന്ന് 1 ടൺ പദാർത്ഥം വലിച്ചെടുക്കുന്നു. തുടർന്ന് ആ പദാർത്ഥങ്ങളെല്ലാം വ്യാഴത്തിനു ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ അയോയെ തന്നെ പിന്തുടരുന്നു. ഇവിടെ വാതക ഭീമൻ അയോയിൽ നിന്ന് നീക്കം ചെയ്ത കണങ്ങളെ വികിരണം ഉപയോഗിച്ച് പ്ലാസ്മയാക്കി മാറ്റുകയും ചെയ്യുന്നു. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെ പ്ലാസ്മ ടോറസ് എന്ന് വിളിക്കുന്നു. ഇത് ഡോണറ്റിന്റെ ആകൃതിയിലുള്ള തീവ്രമായ വികിരണത്തിന്റെ ഒരു മേഘമാണ്. ഈ ഒരു ഭാഗത്ത് വളരെ തീവ്രമായിട്ടുള്ള റേഡിയേഷനാണ് അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഫയർ പ്രോക്സിമിറ്റി സ്യൂട്ട് ഉണ്ടല്ലോ, അതിന് പ്രതിരോധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ആ ധാരണ തെറ്റാണ്. ഇവിടെ നിങ്ങൾ അതിജീവിക്കാനുള്ള സാധ്യത വെറും 0.02%. നിങ്ങൾ അവിടെയും അതിജീവിച്ച് മുന്നേറിയാൽ ലാൻഡിംഗ് പരിപാടിയിലേക്ക് കടക്കാം. വ്യാഴത്തിൻ്റെ കാന്തിക രേഖയ്ക്ക് കുറുകെയുള്ള ഫോഴ്സ് അടിസ്ഥാനപരമായി അയോയെ ഒരു വലിയ ബോൾ ആകൃതിയിലുള്ള ഇലക്ട്രിക് ജനറേറ്ററാക്കി മാറ്റുന്നു. അയോയ്ക്ക് മുകളിലെ അന്തരീക്ഷത്തിൽ വലിയ അളവിൽ മിന്നലുണ്ടാവുന്നു. നമ്മുടെ മുഴുവൻ സൗരയൂഥത്തിലെയും ഏറ്റവും അഗ്നിപർവ്വത സജീവമായ ലോകമാണ് അയോയുടെ ഉപരിതലം. അതെ, നിങ്ങൾ 100 കണക്കിന് അഗ്നിപർവ്വതങ്ങളിൽ അകപ്പെടാൻ പോകുകയാണ്. ഈ അഗ്നിപർവ്വതങ്ങൾ വളരെ വലുതാണ്. അവയിൽ പലതും സജീവവുമാണ്. അവയിൽ പലതും വായുവിലേക്ക് ഡസൻ കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലാവകൾ പുറന്തള്ളുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതുപോലുള്ള ഒന്നും തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുകയില്ല. ഈ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഗുരുത്വാകർഷണം മൂലമാണ്, അല്ലാതെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം തൊട്ടടുത്തുള്ളതിനാലല്ല. കൂടാതെ അയൽ ഉപഗ്രഹങ്ങളായിട്ടുള്ള യൂറോപ്പിയും ഗാനിമേഡും അയോയെ വളരെ ശക്തമായി പുൾ ചെയ്യുന്നുണ്ട്. അയോയിൽ ഇറങ്ങിയാൽ തന്നെ അതൊരു സുഗമമായിട്ടുള്ള ലാൻഡിംഗ് ആയിരിക്കുകയില്ല. ഈ പറഞ്ഞ പോലെ അയോയിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്. പക്ഷേ ടൈഡൽ ഫോഴ്സ് കാരണം അയോയുടെ സർഫസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ അന്തരീക്ഷം ഒരുപക്ഷെ അയോയുടേതാവും. ഇവിടെ മുഴുവൻ സമയവും തീയിൽ നിൽക്കുന്ന പോലെയാണ്. ശരാശരി ഉപരിതല താപനില -130 ഉള്ള തണുത്ത മൂണാണ് അയോ. പക്ഷേ അതിൻ്റെ എണ്ണമറ്റ അഗ്നിപർവ്വതങ്ങളുടെ ചുറ്റും താപനില -1600 വരെ ഉയരാം. ഇവിടെ ശരിക്കും നമുക്ക് ആവശ്യം ഒരു സ്പേസ് ഹെൽമെറ്റാണ്. അതിൽ എയർ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക.
അയോയുടെ അന്തരീക്ഷം പ്രധാനമായും സൾഫർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂണിൽ 1 മിനിറ്റിൽ കൂടുതൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ലാതെ ആദ്യം നമ്മുടെ ബോധം നഷ്ടപ്പെടും. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ അവയവങ്ങൾ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ അയ്യോ എന്നും നമുക്കൊരു സ്വപ്നം മാത്രമായിരിക്കും.